ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം നമ്മൾ ഇന്നലെ പോയില്ലെന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ ഭയങ്കര മഴയായിരുന്നു. 10 മണിയായപ്പോഴാണ് മഴ കഴിയുന്നത്. അതേപോലെ തന്നെ ഇന്ന് രാവിലെയും മഴയായിരുന്നു. ഇപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോഴൊന്നും മഴയൊന്നും തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ വള്ളം ഒന്നും പോയിട്ടില്ല കേട്ടോ, ആരും പോയിട്ടില്ല. പിന്നെ നമ്മൾ ഇന്നലെ പണിക്ക് പോകാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഇന്ന് പോവുക. ഇന്നിപ്പോൾ 8:30 ആയിട്ടുണ്ട്, എന്നാലും പോവുക. നമ്മളപ്പം പോകേണ്ട, നമുക്ക് കഞ്ഞിപ്പാടം പോകണം. അപ്പം നമ്മൾ വള്ളത്തെ നമുക്ക് കഞ്ഞിപ്പാടം പാലത്തിൻ്റെ അവിടെ ചെന്ന് അവിടുന്ന് പിന്നെ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ പടിഞ്ഞോട്ട് പോകണം. അപ്പം നമ്മളിന്ന് വണ്ടിയിലാണ് പോകണം കേട്ടോ. നമ്മൾ വണ്ടിയിലാണ് പോകണം. വള്ളത്തെ പോയാൽ നമ്മളൊരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ നടക്കേണ്ടി വരും, കലവും വലയും സാധനമായിട്ടൊക്കെ. അപ്പം നമ്മൾ വണ്ടിയിലാണ്. അല്ലെങ്കിൽ നമുക്ക് വള്ളത്തെ പോകണമായിരുന്നു എളുപ്പം. ചെറുക്കപ്പാണ് ഇല്ലായിരുന്നു. അപ്പോൾ അണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നു, നമുക്ക് വള്ളത്തെ പോകണമായിരുന്നു സുഖം. മീനൊക്കെ കൊണ്ടുവന്ന് നമുക്ക് വള്ളത്തെ തന്നെ സുരക്ഷിതമായിട്ട് ഇടായിരുന്നു. അപ്പം ജീവനോടെ തന്നെ കിടന്നേനെ. നമ്മളിപ്പോൾ കഞ്ഞിപ്പാടം പാലത്ത് എത്തിയിരിക്കുക കേട്ടോ. നമ്മുടെ വള്ളം നമ്മൾ വരുവാണെങ്കിൽ നമ്മുടെ വള്ളം ഈ പാലത്തിൻ്റെ അടി വരെ വരത്തുള്ളൂ. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരേണ്ടത്. നമ്മളെ വള്ളം ഇവിടം വരെ വരത്തുള്ളൂ. അപ്പം നമുക്കിനി ഇവിടുന്ന് നമുക്കൊരു 1.5 കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുക. ആ പാടം ഞാൻ 3-4 ദിവസം മുന്നേ വന്നപ്പം പറ്റി വരുന്നതേ ഉള്ളായിരുന്നു. അവിടെ എന്ത് പരുവമായെന്നൊന്നും അറിയാൻ മേല. ഒന്നെങ്കിൽ പണി കഴിഞ്ഞ് കാണും, ഇല്ലെങ്കിൽ പണിയുടെ സമയമായിരിക്കും, ഇല്ലെങ്കിൽ പണി ആയി വരുന്നതേ ഉള്ളായിരിക്കും. നമുക്കെന്തെങ്കിലും അങ്ങോട്ടൊന്ന് പോവാം. നമ്മളിവിടെ വന്നിട്ട് ഞാൻ ആ ചാലൊന്ന് ഇറങ്ങി തപ്പി കേട്ടത് മൊത്തം നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇതാണ് അടിപ്പറ എന്ന് പറയുന്നത്. അടിപ്പറ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന റൂട്ടിൻ്റെ താഴത്ത് ഇനി ഇതും കൂടെ സെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇന്നിപ്പോൾ സെറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പം നാളെ നല്ല പറ്റായിരിക്കും. ഈ കണ്ടത്തിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. ഒന്നുമൊറ്റമുള്ള വരാലും ചെമ്പല്ലി സിലോപ്പിയൊക്കെ കണ്ടത്തിലായിരിക്കും. ചാല് ഞാൻ കുറച്ച് നീളം കൂടുതൽ തപ്പി നോക്കിയിട്ട് ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞാൽ കണ്ടത്തിലായിരിക്കും. അല്ല, ആ ബണ്ടയിലൊക്കെ വരുവാണോ പറയുന്നത് അണ്ണൻ? ആ കാണുന്ന വണ്ടിൻ്റെ കാര്യമാണോ പറയുന്നത്, അതോ ആ തോടിൻ്റെ അപ്പുറം ആണോ? സ്ഥലം റിസ്ക്കുള്ള പാലാണ് ഇത്. ഞങ്ങളുടെ ഇവിടെ ഉള്ളവർക്ക് ആർക്കും റിസ്ക് അല്ല, നിങ്ങൾക്കൊക്കെ വലിയ റിസ്ക് ആയിരിക്കും ഈ പാലം. ഇത് തന്നെ ഈ ചരട് വെറും ലൂസാണ്, ഒരു ബാലൻസിന് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നത്. ഈ പഴയ ഈ എന്തുവാ പഴയ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റായിട്ടോ അത് തേക്കായി. അതാണ് ഇത്രയും നീളത്തി ഇട്ടിട്ടും അത് ഒടിയത്തില്ല. അപ്പം ഈ പാടത്തിൻ്റെ അപ്പുറത്തെ പാടമാണ് പറ്റായിരിക്കുമെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുക. ഇന്ന് രാവിലത്തെ മഴയ്ക്ക് ഈ പാടത്തിൻ്റെ ചാലെല്ലാം മുങ്ങിപ്പോയി കേട്ടോ. അതേ കണക്കിന് കുഴിക്കണ്ടതിലെല്ലാം വെള്ളമാണ്. അപ്പോൾ അത് കാരണം നമ്മളിത് ഈ ചിറയുടെ സൈഡിലുള്ള ഈ ചാലാണ് തപ്പാൻ പോകണം. അപ്പോൾ 1.5 ചെമ്പല്ലി മറിയുന്നുണ്ട്. 1.5 കാര്യം കാണുമെന്ന് തോന്നുന്നു. ഒന്ന് തപ്പി നോക്കാം. ഇപ്പം നമ്മൾ വന്നിട്ട് ചുമ്മാ പോകണില്ല, കറിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചോണ്ട് പോവാം. നമ്മളിങ്ങനെ ഇരിക്കുന്നേ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേടിച്ച് താഴും. അപ്പം നമുക്ക് പിടിക്കാൻ വേണ്ടിയാ ഇങ്ങനെ നടക്കുന്നത്. ഇവിടെയായിട്ടെന്തോ കലങ്ങി, ഇവിടെയായിട്ടായിരുന്നു ചെമ്പല്ലി. സൂപ്പർ ചെമ്പല്ലി. വെളുപ്പം ഇല്ല, അത് കണ്ട ഇവിടെ ഒരു പൊടി കലക്കലുണ്ടായിരുന്നു. ഇവിടെയായിട്ടാണ്
അയ്യോ അത് പോയി. പോയി പോയി. മീനെ കാണാൻ വന്നതാണോ? കണ്ടാ മിണ്ടത്തില്ലേ? ഒന്നും കണ്ടില്ല. എവിടെയാണ് ആ തൂമ്പും കുഴിയാ? നമ്മുടെ ആ സഹോദരൻ കാണിച്ചു തന്നെ കേട്ടാ. വേറെ വലിയ മീൻ എന്താണെന്നും പറഞ്ഞ് കാണിച്ചതാണ്. സക്കറ അത് കറക്റ്റ് റൂമിൽ വന്നിട്ടില്ലേ തിരിച്ചു. അതെ ഇവിടെ ഒരു വല വെക്കാമെന്നും പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അണ്ണനാണ് ഇവിടുത്തെ ഡ്രൈവർ. വർഷങ്ങളായിട്ട് അണ്ണൻ തന്നെയാണ് ഇവിടുത്തെ ഡ്രൈവർ. അപ്പോൾ നമ്മളെന്നാൽ ഒരു വല വെക്കാമെന്ന് വെച്ചായിരുന്നു. അപ്പോൾ അണ്ണൻ്റെ തെളിവുപോലെയും പറ്റുപോലെയൊക്കെ ഉണ്ട്, വീശുപോലെ. അപ്പോൾ അണ്ണൻ എല്ലാം വെച്ചും വീശിയിട്ട് ചെമ്പല്ലിയും കാര്യം ഒന്നും കാണുന്നില്ലെന്നാണ് പറഞ്ഞു. പിന്നെ 1-2 മുഷി കിടപ്പുണ്ടല്ലേ? പോണില്ല. 1-2 മുഷി കിടപ്പുണ്ട്. പക്ഷെ ആ മുഷി നമുക്ക് ഒരു വലയ്ക്ക് നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മളത് ഇറങ്ങി ചുമ്മാ കിടന്ന് മെനക്കെട്ട കാര്യമില്ല. അപ്പം നമുക്ക് നാളെ നമ്മളെ ചെറുക്കാണ്ണം വരും. ചെറുക്കാണ്ണം വരുമ്പം നമുക്ക് വരാൻ പറ്റും. അപ്പം നമുക്ക് ആ ആ അപ്പം നമ്മളതൊക്കെ ഒന്ന് പിടിപാടായേക്കുക, ഇറങ്ങുന്നില്ല. ചെമ്പല് വേണോ എനക്ക്? എന്നാളിയാ പറയാനാ? വേണമെന്നാ വേണ്ടതാ? ഇവിടേക്ക് എൻ്റെ മേത്തൊക്കെ ആവും. നമ്മൾ ഇന്ന് വന്നിട്ട് നമുക്ക് കിട്ടിയ ഒരു മീനാ കേട്ടാ. അത് നമ്മളെ പയ്യനെ വറുക്കാൻ. നിന്റെ പേരെന്തുവാ? നന്ദു. പറ പേരോ. നമ്മളിപ്പോഴേ ഈ പാളത്തിൻ്റെ ചാലി വന്നു കേട്ടോ. അപ്പം 1 ചെമ്പല്ലിയെല്ലാം മറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1-2 വല ഇവിടെ വെക്കണം. നമ്മളെ വണ്ടിയിൽ ഒഴിച്ച് അവിടെയാണ് നമ്മളെ വലവും കളയെല്ലാം. അപ്പോൾ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണം. ഈ ചാല് നോക്കിയാൽ ഇത് കണ്ട ചെമ്പല്ലിക്കുഞ്ഞ ഈ മുഴുവനും കേട്ടാ. ഇത് നിറഞ്ഞിരിക്കുന്ന ചെമ്പല്ലിക്കുഞ്ഞ. ഇത് അങ്ങോട്ട് കണ്ട. ഇതിൻ്റെ അകത്ത് വരാലുണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. വരാല്, കാരി, ചെമ്പല്ലി ഇതുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം മോട്ടർ ഓടിയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇപ്പം വെള്ളം നല്ല പറ്റാകും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇടിച്ച് തപ്പണം. ഈ കുറ്റിയുടെ ചൂട്ടിലൊക്കെ ചിലപ്പം വരാല് തങ്ങി നിൽക്കും. ഈ കുറ്റിയുടെ ചൂട്ടിലൊക്കെ അതിനൊക്കെ ഇടിച്ച് കയറ്റിയിട്ട് നമ്മൾ വല അവിടെ ഇട്ടിട്ടുണ്ട്, വരമ്പ ഇട്ടിട്ടുണ്ട്. ആ വല എടുത്ത് അവിടെ കുത്തിയിട്ട് നമുക്ക് മേളിൽ നിന്ന് ഇങ്ങോട്ട് തപ്പാം. അപ്പം ഞാനിവിടെ ഇത്ര നേരം ഇരുന്നട്ടെ വരാലും മറിഞ്ഞ ചെറിയ വരാൽ 1-2 മറിഞ്ഞ് കണ്ട്. ഈ വരാലും ചെമ്പല്ലിയും കാര്യമൊക്കെ മറിയുന്നത് നമുക്ക് പ്രത്യേകം നമുക്കറിയാൻ പറ്റും. അത് സ്ഥിരം മീൻ പിടിക്കാൻ പോണവർക്ക് അറിയാൻ പറ്റും. അത് മറിഞ്ഞത് വരാലാണ്, അല്ലെങ്കിൽ അത് ചെമ്പല്ലിയാണ്, അത് കാര്യമാണെന്ന് മനസ്സിലാവും. ചെമ്പല്ലിക്കുഞ്ഞാണ് 1 വലിയ ചെമ്പല്ലി ഇടയ്ക്ക് വന്ന് മറിയുന്നുണ്ട്. നമ്മൾ 1/2 മണിക്കൂറായി കേട്ടോ ഈ വെയിലത്ത് കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം പൊക്കത്തുനിന്ന് നല്ല വെള്ളം വരവാ. അതാണ് ഇനി അവിടെ ഇങ്ങനെ കുഴിക്കേണ്ട വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ മേലെ. നല്ല വെള്ളം വരവുണ്ട്. അത് പറ്റാനായിട്ട് താമസം. ഇവിടെ വരാനാണെന്നൊന്നും ഇത് കണ്ടത് 1 കിലോ വലിപ്പമുണ്ട്.
1 കിലോ വലിപ്പമുള്ള സക്കറാണ് അത് കേട്ടോ. നമുക്ക് വരാലാന്ന് നോക്കാം ആദ്യം കഴിച്ചത്. ഇവിടെയെല്ലാം നല്ലതുപോലെ പറ്റി കേട്ടാ. ഇവിടെ എന്തോ അടിച്ചായിരുന്നു. ചെമ്പല്ലി ഇരിപ്പുണ്ട്. അത് പൊടിച്ചമ്പല്ലിയായിരുന്നു. വലുതിരിപ്പുണ്ട്. ഇവിടെ എന്തോ അടിച്ച് കലങ്ങിയത് കണ്ട. പോയി. ചെമ്പല്ലി മിക്ക കുറ്റിക്കും ചെമ്പല്ലി ഉണ്ട് കേട്ടോ. നമുക്ക് വല എടുത്തോണ്ട് ഇങ്ങോട്ട് പോരാം. നമ്മൾ വാലയെല്ലാം കുത്തി കഴിഞ്ഞപ്പോൾ പുറകൊന്ന് വലിച്ചിരുന്നു. വെള്ളം ഊറ്റൊക്കെ കാണിച്ചു തരാം, എന്നാലും കാണാൻ പറ്റത്തുള്ളൂ. അല്ല, ഒരു കാര്യം 5-6 ചെമ്പല്ലി അതാ നമുക്ക് കിട്ടിയത്. നമ്മൾ മേലോട്ട് കയറി തപ്പാൻ പോവാ. നമ്മളെ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. നമുക്ക് ഒരു വലയില്ല, അവിടെ അങ്ങനെ വെക്കാം. നമുക്ക് ആ പുല്ലെല്ലാം അങ്ങനെ വലിച്ചു കിട്ടാം. അവിടെ ഒരു വല അങ്ങനെ വെച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക. ചെമ്പല്ലി അത് അള്ളയൊക്കെ ഉണ്ട് 2 സൈഡിലും അള്ള. പിന്നെ ഈ ചാക്കിട്ടിട്ടുണ്ട്. ഇതേക്കണത്തെ ചാക്കിട്ടിട്ടുണ്ട്. ചാക്കിട്ടിരിക്കുന്ന ഇതിൻ്റെ അടിയിലൊക്കെ കയറും. അപ്പോൾ നമുക്ക് പിടിച്ചെടുക്കാനൊക്കെ പാടാണ്. എന്നാലും നമുക്ക് നോക്കാം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുക. ഇടയ്ക്ക് വലുതായിട്ട് ഓടുന്ന സക്കറാന്ന് തോന്നുന്നു കേട്ടോ. കാരി വിരിയിലടി കാരി മുട്ടുന്നു. ചെമ്പല്ലി ഇവിടെ ഒന്ന് മുട്ടിയായിരുന്നു. പോയി. നമ്മുടെ ഈ വലയിൽ ഉടക്കിയായിരിക്കും നമുക്ക് ചെമ്പല്ലി കിട്ടുന്നത്. കൈ വെച്ചാൽ ചെമ്പല്ലി ഓടിപ്പോവാം. നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര കട്ട ഉറപ്പ്. ആ വലയിൽ ഉടക്കിയായിരിക്കും കിട്ടുന്നത്. ചെമ്പല്ലി ചെമ്പല്ലി വലിയ ചെമ്പല്ലി. ചെമ്പല്ലി അടുത്ത മുട്ടി. എല്ലാ കുട്ടിക്കും ചെമ്പല്ലി ഇരിക്കുന്നുണ്ട്. ദൈവത്തേലും ഉണ്ട് ചെമ്പല്ലി. ചെമ്പല്ലി ഇവിടെയുണ്ട്. ഈ എല്ലാ കുട്ടിക്കും ചെമ്പല്ലി കാണുന്നുണ്ട്.
ദൈവത്തിലുമുണ്ട്. ഇത് കുറ്റിക്ക് ചെമ്പല്ലി മാത്രം നമ്മൾ വെക്കാൻ മതി. നമ്മളീ വല വെക്കാൻ പോണ താമസം. ഓ, ചെമ്പല്ലി പോയി. വലിയ ചെമ്പല്ലി ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പോയി. വേറെ ഒരെണ്ണം ഉണ്ട്. ഇവിടെ എന്തോ അടിക്കുന്ന സൗണ്ട് കേട്ട. ഇത് ചെമ്പല്ലി, ഇതും ചെമ്പല്ലി. അയ്യോ, ഇവിടെ 2-3 ഉണ്ടല്ലോ. നല്ല ചെമ്പല്ലി. ഇത് 2 കയ്യിൽ. അത് 4 കൂടെ ഒന്നിച്ചടിച്ച ഇതായിരുന്നു. മലയുടെ മൂട്ടിലെന്തോ കനമായിട്ട് അനങ്ങുന്നുണ്ട്. ചെമ്പല്ലി കാണണ്ടായിരുന്നു, കണ്ടില്ലല്ലോ. കാരി ഇതല്ല തന്നെ കാര്യമൊക്കെ ഉണ്ട്. സക്കറാന്ന് തോന്നുന്നു, കയ്യാ മുട്ടിട്ട്. ചെമ്പല്ലി, മുട്ടൻ ചെമ്പല്ലി. ചെമ്പല്ലി പുറത്തുനിന്ന് വന്നതൊക്കെ വിളിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഉടക്കും. എല്ലാം മുട്ടൻ ചെമ്പല്ലി, ഒരു വലയിൽ ഉടക്കാത്ത ടൈപ്പാണ്.
ഓ അതൊന്നുമില്ല. സൂപ്പർ കാര്യാട്ടാ, സൂപ്പർ കാര്യം. സിലോപ്പി കൊള്ളാം, കുഴപ്പമില്ലാത്ത സിലോപ്പി. ഓ അങ്ങോട്ട് പോലടാ. ചെമ്പല്ലി, സക്കർ, ഇവിടെ രണ്ട് മൂന്നാല് ചെമ്പല്ലിയും ഒരു സിലോപ്പി. പോലും സൂപ്പർ ചെമ്പല്ലി കേട്ടോ. ചെമ്പല്ലി ഇപ്പം നമ്മുടെ വാലയിലേക്ക് ഒന്ന് രണ്ടെണ്ണം വീണുണ്ട്. അണ്ണാ ഈ വല വെക്കുന്നതിനെക്കാട്ട് നല്ല ഈ ഓരോ കുറ്റിച്ചവിട്ടി തപ്പിയാൽ മതിയായിരുന്നു. ചെമ്മല്ലി കിട്ടിയാണ്. ഒന്നുമില്ല, കുറച്ച് ചെമ്പല്ലി. വല വെക്കാതെ കുറ്റിച്ചവിട്ടി തപ്പിയിരുന്നെങ്കിലും 2-3 കിലോ ചെമ്പല്ലി പിടിക്കായിരുന്നു. മണി 2 മണിയായി. അത് കാരണം നമ്മൾ ഇപ്പം കയറുക, ഇവിടുന്ന് കയറുക. ഇവിടുത്തെ അണ്ണന്മാരെ എല്ലാം മേളിൽ തപ്പുന്നുണ്ട്. അവർ ഡെയിലി തപ്പുന്നതാണ്. അപ്പം നമ്മൾ ഇപ്പം കയറിയേക്കുക. നമുക്ക് നാളെ കഴിഞ്ഞ് നമ്മുടെ ചെറുക്കാണം വരുമ്പം നമുക്ക് അപ്പുറത്തെ ചാല് വന്നാൽ അപ്പുറം മുഷിയും ഉണ്ടെന്ന് പറഞ്ഞ് കാരിയും ചെമ്പല്ലിയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നാളെ അവിടെ നോക്കാം. നമ്മളങ്ങനെ വണ്ട കയറിയിരിക്കുവാ. കുഴഞ്ഞു പോയി നടന്ന് കയറാനായിട്ട്. നമ്മളെ കഞ്ഞിപ്പാടം പാലത്തിൻ്റെ അടിയിൽ വന്നു കേട്ടോ. അപ്പം മേത്തെല്ലാം ഒരുപാട് അഴുക്കാം. അപ്പം അതൊന്ന് കഴുകി വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ പള്ളാത്തുരുത്തിക്ക് പോകും. പള്ളാത്തുരുത്തിക്ക് പോകാൻ നമ്മളിങ്ങനെ അങ്ങോട്ടാണ്. നമ്മളിപ്പം വണ്ടിയെ പോകാൻ നേരത്ത് ഇവിടുന്ന് ഈ പാലം കയറി അപ്പുറം ഇറങ്ങി വൈശം ഭാഗത്ത് നിന്ന് നേരെ ആ റോഡ് പുളിക്ക വഴി വേണം നമുക്ക് പള്ളാത്തുരുത്തി ചെല്ലാനായിട്ട്. അപ്പോൾ ഒന്ന് മേലെല്ലാം ഒന്ന് കഴുകി വെച്ച് പള്ളാത്തുരുത്തി ചെല്ലുമ്പോൾ നമ്മൾ കിട്ടിയ മീൻ ഞാൻ കാണിച്ചു തരാം. നമുക്ക് മൊത്തം കിട്ടിയ മീൻ ഇതാ കേട്ടോ. അപ്പോൾ ഇതൊരു 2-2.5 കിലോ ഉണ്ട് കേട്ടോ. 2-2.5 കിലോ ഉണ്ട്. ഇത് നമ്മൾ കരയ്ക്ക് കൊണ്ടുപോകാം. അപ്പം ഇവിടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.